ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഡിജിറ്റൽ ഇന്ത്യ വന്നതിന് ശേഷം നമ്മുടെ നാട്ടിൽ വിപ്ലവകരമായിട്ടുള്ള പല മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആ മാറ്റങ്ങളുടെ കൂടെ തന്നെ വിപ്ലവകരമായിട്ടുള്ള പല സ്കാമുകളും നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. അറിയാലോ, ഒരു ജഡ്ജിയെ വിളിച്ചിട്ട് വെർച്വൽ അറസ്റ്റ് നടത്തിയെന്ന് പറയുകയും ആ ജഡ്ജിയുടെ ഒരു മറുക് കാണണമെന്ന് പറഞ്ഞപ്പോൾ ജഡ്ജി തന്നെ തൊട്ടടുത്തുള്ള ഒരു ഹോട്ടൽ റൂമിലെടുത്ത് ജഡ്ജിയുടെ വസ്ത്രങ്ങൾ ഊരിക്കാണിച്ച് അങ്ങനെ ആ മറുകെടുക്കാനെന്നുള്ള വ്യാജേന ജഡ്ജിയുടെ ദൃശ്യങ്ങൾ പകർത്തി ജഡ്ജിയെ തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പൈസ തട്ടുന്ന ഒരു നാടായി നമ്മുടെ നാട് പലപ്പോഴും മാറിയിട്ടുണ്ട്. അത് ജഡ്ജിമാർക്ക് പോലും രക്ഷയില്ല എന്നുള്ളതാണ്. ഒരു വലിയ പ്രമാദമായിട്ടുള്ള ഒരു കേസായിരുന്നു. സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ വിവാദമായിട്ടുള്ള ഒരു കേസാണ്. അപ്പോൾ ജഡ്ജിമാർക്ക് പോലും രക്ഷയില്ല എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ പല പല സ്കാമുകളും ഇതിനോടൊപ്പം ഉയർന്നു വന്നു. ആ സ്കാമുകൾ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങളുള്ള സ്കാമുകളാണ്. ഇപ്പൊ സ്വാഭാവികമായിട്ടും ഡിജിറ്റൽ ഇന്ത്യ എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ കയ്യിലൊന്നും ലിക്വിഡ് മണി ഇല്ല. ആരും അങ്ങനെ ലിക്വിഡ് മണി കയ്യിൽ വയ്ക്കാറില്ലാത്ത സാഹചര്യത്തിൽ ബാങ്കുകളുമായി ബന്ധപ്പെട്ട സ്കാമുകൾ, നമ്മുടെ OTP-കൾ ഫോണിലാണ് വരുന്നത്. ഫോണിനകത്ത് മറ്റ് ആപ്പുകൾ കിടപ്പുണ്ട്. ആപ്പുകൾ നമ്മൾ OTP റീഡ് ചെയ്യുമെന്നുള്ള ഭയമുണ്ട്. അങ്ങനെ പല പല കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ട്. പോരാത്തതിന് ഈ സോഷ്യൽ മീഡിയക്കകത്ത് ഈ സാമൂഹിക വിരുദ്ധർ, പണ്ടൊക്കെ സാമൂഹിക വിരുദ്ധർ എന്ന് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരത്തെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരത്ത് പല ഭാഗങ്ങളിൽ സാമൂഹിക വിരുദ്ധർ കൂടി നിൽക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ആ ഏരിയയിലോട്ട് ആൾക്കാർ പോകാറില്ല. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ നമ്മളെ തേടി സാമൂഹിക വിരുദ്ധർ ഇങ്ങോട്ടേക്ക് വരും. നമ്മുടെ ഫീഡുകളിലേക്കും നമ്മുടെ ടൈം ലൈനിലേക്കും സാമൂഹിക വിരുദ്ധർ വരും. എന്റെ ഫീഡുകളിലേക്കും ബിജുചേട്ടന്റെ ഫീഡുകളിലേക്കും നമ്മുടെ ന്യൂസ് ഇന്ത്യ മലയാളം പോയിന്റിന്റെ താഴെയൊക്കെ കമന്റ് ഇടാനൊക്കെ പല ആൾക്കാരും വരും. എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ക്രിറ്റിസിസം ഉന്നയിക്കുന്ന ആൾക്കാരല്ല നമ്മൾ പറയുന്നത്. വളരെ കൺസ്ട്രക്റ്റീവ് ആയിട്ട് ചില ആൾക്കാർ ക്രിറ്റിസൈസ് ചെയ്യാറുണ്ട്. അത് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇത് തെറിവിളിയാണ്. അപ്പൊ തെറിവിളിക്കാനായിട്ട് ആൾക്കാർ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇവന്മാരെല്ലാം പൂട്ടാനായിട്ട് ഇവന്മാരുടെ സിമ്മിൽ പണി കൊടുക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്നുള്ള ഒരു റിപ്പോർട്ട് ഇപ്പൊ പുറത്തു വരുന്നുണ്ട്. എല്ലാ മേഖലയിലും ബാധകമാണ്. നമ്മൾ AP സേതുവിനെ കുറിച്ച് ചർച്ച ചെയ്തു. അപ്പോ അതിനുശേഷം ഇപ്പൊ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന വലിയൊരു തീരുമാനമാണ്. അതിനെ പ്രതിപക്ഷം വ്യാഖ്യാനിക്കുന്നത് ഇതാ ഫാസിസം വീണ്ടും ഒരു രാജ്യം ഒരു സിമ്മിലോട്ട് വരുന്നു എന്നാണ് പറയുന്നത്. എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ? എന്താണ് തോന്നുന്നത്? നമ്മുടെ രാജ്യം രക്ഷപ്പെടുമോ? ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം ഇന്നലെ മെറ്റയാണല്ലോ നമ്മുടെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമിന്റെ ഒക്കെ മെറ്റയ്ക്ക് വാട്സപ്പ്, സ്നാപ്ചാറ്റ് തുടങ്ങിയ ഓൺലൈനുകൾക്ക് കൊടുത്തിരുന്നു. കാരണം നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ വിഷയമുണ്ട്. നമ്മുടെ രാജ്യത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങളും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരാണ്. സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായിട്ടുള്ള ജനമാണ് ഉള്ളത്. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലും ഒക്കെ എല്ലാവർക്കും അക്കൗണ്ട് ഉണ്ട്. ഇന്നിപ്പോ അതൊന്നും ഇല്ലെങ്കിൽ ജീവിക്കാൻ കഴിയില്ല എന്നൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നുമുണ്ട്. ഇതിനകത്ത് ഒരുപാട് ദുരുപയോഗം നടക്കുന്നുണ്ട് സാധാരണപ്പെട്ട ജനങ്ങളെ സംബന്ധിച്ച്. അവർ പണം പോകുന്നു എന്നുള്ളത് മാത്രമല്ല, മാനവും പോകുന്നു എന്നുള്ളതാണ്. ഫോട്ടോ എടുക്കുക, അത് വ്യാജമായി പ്രചരിപ്പിക്കുക, മോശം കമന്റുകൾ ഇടുക, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കലാപരിപാടികളാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. സ്വാഭാവികമാണത്. കാരണം ഇങ്ങനെ ഒരു കാര്യം എസ്റ്റാബ്ലിഷ്ഡ് ആയി പോകുമ്പോൾ അതിനകത്ത് തന്നെ ക്രൈമിന്റെ റേറ്റ് കൂടുകയുണ്ടാവും. പക്ഷേ അതിനെ തടയിടാനായിട്ട് പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് നടക്കാറില്ല. ഇതില് രസകരമായ സാധനം, ഇപ്പൊ നമുക്കൊക്കെ വരുന്ന ഭീഷണികളും മറ്റുമൊക്കെ ഉണ്ട്. ഇത് പലപ്പോഴും വാട്സപ്പ് കോളുകളായിട്ടാണ് വരുന്നത്. ഈ കോളുകളുടെ ഒരു സത്യാവസ്ഥ അന്വേഷിച്ച് പോകുമ്പോൾ ഇതിന്റെ നമ്പറുകൾ പലതും നമുക്ക് ട്രാക്ക് ചെയ്യാൻ കഴിയില്ല. കാരണം ഇന്ത്യയിലുള്ള നമ്പറുകളല്ല ഇത് കോൾസ് വരുന്നത്. യമന്, സിറിയ തുടങ്ങിയ രാജ്യങ്ങളിൽ വഴിയാണ്. അത് ഈ ഹുണ്ടി ഫോൺ വഴി അതുവഴി കയറ്റിവിടുന്ന ഫോണുകളാണ്. അതുകൊണ്ട് തന്നെ പോലീസിന് ഒരു പരിധി വരെ അത് മുമ്പോട്ട് പോകാൻ കഴിയും. പോലീസിന് പിന്നെ ആകെ ചെയ്യാൻ കഴിയുന്നത് അത്തരം കോളുകൾ, ആ ഒരു നമ്പറിൽ നിന്ന് വരുന്ന കോൾ ബാൻ ചെയ്യാനേ കഴിയും. അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ നിന്ന് വരുന്ന കോൾ ബാൻ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾക്കൊക്കെ ഉള്ള ഒരു ഇത്. അതിനപ്പുറത്തേക്കൊന്നും തന്നെ ഇല്ല. എന്നാൽ ഇതിനെല്ലാം ഇപ്പോൾ തടയിട്ടുകൊണ്ട് ഇരിക്കുന്നു. അതിനുള്ള നിർദ്ദേശങ്ങൾ ഇപ്പോൾ പോയി കഴിഞ്ഞിരിക്കുന്നു. അതായത് ഇനി നമ്മളുടെ ഫോണിൽ പ്രവർത്തിക്കുന്ന സിം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, സ്നാപ്ചാറ്റ് അങ്ങനെയെല്ലാം പ്രവർത്തിക്കുകയുള്ളൂ. പലരും നമ്മുടെ ഇന്ത്യയിൽ നിന്നും മറ്റുമൊക്കെ സിം എടുത്തുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ പോയി നിന്ന് സംസാരിക്കുന്നവരും ചാറ്റുന്നവരൊക്കെ ഉണ്ട്. അവർക്കും ഇനി അത് ബുദ്ധിമുട്ടായി മാറും. കാരണം ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന സിമ്മുകളിൽ നിന്ന് മാത്രമേ നമുക്കിത് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയൂ. അത് മാത്രവുമല്ല, ഇപ്പോൾ നമ്മളൊരു സിം എടുത്തു. ആ സിം എടുത്തതിന് ശേഷം ഞാനൊരു ഫേസ്ബുക്കോ ഇല്ലെങ്കിൽ വാട്സപ്പോ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തു. അതിനുശേഷം ഞാൻ ആ ഫോൺ ഉപയോഗിക്കുന്നില്ല എങ്കിൽ 90 ദിവസം വരെ നമ്മുടെ ഈ പറയുന്ന ആപ്പുകൾ അതിലുണ്ടാകും. 90 ദിവസം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റഡ് ആയി പോകും. അതാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. അതായത് മുൻകാലങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ബഹുഭൂരിപക്ഷം പേരും ചെയ്യുന്നൊരു കാര്യം, നമ്മളുടെ ഒരു സിം ഉണ്ടാകും നമുക്ക്. ആ സിമ്മിൽ നമ്മളൊരു വാട്സപ്പോ ഇല്ലെങ്കിൽ ഫേസ്ബുക്കോ മറ്റോ ഇൻസ്റ്റാൾ ചെയ്യും. അതിനുശേഷം പിന്നെ നമ്മൾ ആ സിം കളയുകയോ ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആ സിം ഉപയോഗിക്കാതിരിക്കുകയോ ചെയ്യും. പിന്നീട് നമ്മൾ പുതിയൊരു സിം ഇടുമ്പോഴും നമ്മുടെ ഈ ഫേസ്ബുക്കും വാട്സപ്പും എല്ലാം ആക്റ്റീവ് ആയിരിക്കുകയും ചെയ്യും. ഇവിടെ ഒരു പ്രശ്നം എന്തായെന്ന് ചോദിച്ചാൽ,
നമുക്ക് ഇവരെ ട്രേസ് ചെയ്യാനോ ട്രാക്ക് ചെയ്യാനോ കഴിയില്ല ഇത് ആരാണ് എന്നുള്ളത്. കാരണം ലൊക്കേഷൻ കിട്ടില്ല. കാരണം എന്റെ നമ്പർ നോക്കിയിട്ടാണല്ലോ GPS ലൊക്കേഷൻ എടുക്കുന്നത്, പോലീസ് ആയാലും മറ്റുള്ളവരായാലും. ഇത് ലൊക്കേഷൻ കിട്ടില്ല, ആരാണ് ഈ കമന്റ് ഇട്ടെന്നുള്ളത്. കാരണം ലൊക്കേഷനിൽ കയറുമ്പോഴത്തേന് ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പർ ചിലപ്പോൾ വേറെ ആരുടെയെങ്കിലും ഒരു നമ്പർ ആകാം, ഇല്ലെങ്കിൽ മുമ്പ് ഞാൻ എന്റെ കയ്യിൽ ഉണ്ടായിരുന്ന നമ്പർ OTP ഒക്കെ വന്നതിന് ശേഷം പിന്നെ ഞാനത് വർക്കിംഗ് ആക്കുന്നില്ല, പിന്നെ ഞാനത് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്കത് ട്രേസ് ചെയ്യാൻ കഴിയില്ല. കാരണം അത് GPS ആക്റ്റീവ് ആകില്ല. ഇത് ആക്റ്റീവ് ആയാലല്ലേ, സിം ആക്റ്റീവ് ആയാലല്ലേ ഇതാകും. പിന്നെ ഒരു 3 മാസം കൂടെ ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് 3 മാസം ആക്റ്റീവ് ആകാത്ത സിം ഓട്ടോമാറ്റിക്കലി ബാൻ ആയി പോകും, ഇല്ലെങ്കിൽ അത് ഇല്ലാതായി പോകും അല്ലേ. അപ്പോഴും കുൽസിത പ്രവർത്തികൾ ചെയ്യുന്നവർക്ക് ഇതൊരു വലിയ മറയാണ്. അതായത് ഇവർക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, പണത്തട്ടിപ്പ് നടത്താൻ പറ്റും. പക്ഷെ ഇതിനൊക്കെ മാറ്റം വന്ന ഒരു സംവിധാനവും നമ്മുടെ രാജ്യത്തുണ്ട്. നമ്മളുടെ ബാങ്കുകൾ, ഇപ്പോൾ നമ്മൾ ബാങ്കുകൾക്കെല്ലാം ഇപ്പോൾ ആപ്പുണ്ട്, എല്ലാ ബാങ്കിനും ആപ്പുണ്ട്. പക്ഷെ ആ ബാങ്കിന്റെ ആപ്പ് വർക്ക് ചെയ്യണമെങ്കിൽ ആ ബാങ്കിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന, ഇല്ലെങ്കിൽ ആ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സിം നമ്മുടെ ഫോണിൽ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ ബാങ്കിന്റെ ആപ്പ് വർക്ക് ചെയ്യുള്ളൂ. അതേ മോഡലിലേക്ക് സോഷ്യൽ മീഡിയയും വരികയാണ്. ഏതായാലും ഇതിനെതിരെ പ്രതിഷേധം ഉയരുമോ എന്നറിയില്ല. എന്തിനും ഏതിനും പ്രതിഷേധിക്കുന്നവർക്ക് പ്രതിഷേധിക്കാം. പക്ഷെ ഇത് ജനങ്ങളെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ കാര്യമാണ്. ജനങ്ങളെ സംബന്ധിച്ച് വളരെ വളരെ സന്തോഷകരമായ കാര്യമാണ്. ഇത് എല്ലാവരും തലപുകച്ച കാര്യമാണ്. ഇത് എങ്ങനെ ഇവരെ പിടിക്കും എന്നുള്ള കാര്യം. അതായത് ഇങ്ങനെ കമന്റ് എടുത്തത് പോലീസിൽ നമ്മളൊരു പരാതി കൊടുത്ത പോലീസ് പറയും ഇതിന്റെ ഒരു സത്യാവസ്ഥ അവർക്ക് അന്വേഷിച്ച് പോയാലും ചിലപ്പോൾ ഒരുപക്ഷെ IP നമ്പറൊക്കെ ഈ പറയുന്ന നിയമവും നിയമവാഴ്ചയും ഇല്ലാത്ത ചില രാജ്യങ്ങളിൽ നിന്നുള്ള IP അഡ്രസ്സുകളും വെച്ചിട്ട് ഒക്കെ ആയിരിക്കാം ഇത്തരത്തിൽ കമന്റുകൾ ഇടുകയോ ഇല്ലെങ്കിൽ മോശമായിട്ടുള്ള പ്രചരണങ്ങൾ നടത്തുകയും മറ്റുമൊക്കെ ചെയ്യുന്നത്. ഇത് ആരാണ് കണ്ടുപിടിക്കുക നമ്മുടെ പോലീസിനും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം അവരന്വേഷിച്ച് ചെല്ലുമ്പോൾ ഈ IP അഡ്രസ്സ് ചിലപ്പോൾ ഒരുപക്ഷെ സിറിയയിലായിരിക്കാം, ഇല്ലെങ്കിൽ യമനിലായിരിക്കാം. അപ്പൊ അവിടെയൊക്കെ പോയിട്ട് നമുക്കിത് അന്വേഷിച്ച് കണ്ടെത്തുക പ്രയാസകരമായ കാര്യമാണ്. കാരണം ഈ IP അഡ്രസ്സ് എവിടുന്നെങ്കിലും കളക്ട് ചെയ്യും. ഇപ്പൊ IP അഡ്രസ്സ് ഇപ്പൊ കൊച്ചി പോയി കഴിഞ്ഞാൽ എത്ര IP അഡ്രസ്സ് വേണമെങ്കിലും ഏത് രാജ്യത്തിന്റെ വേണമെങ്കിലും കിട്ടുന്ന ഒരു സ്ഥിതിയിലേക്കാണ് നമ്മുടെ രാജ്യം പോകുന്നത്. അപ്പം ഇങ്ങനെ വരുന്ന ഒരു രീതിയിലേക്ക് വരുമ്പോൾ അതിനെ തടയിടുക എന്നുള്ളത് ഇത് ജനങ്ങളെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. കാരണം നമുക്കിപ്പോ ഒരു കമന്റ് ഇട്ടവർക്കെതിരെ ഒരു പരാതി കൊടുക്കണമെങ്കിൽ കൃത്യമായി തന്നെ അവരെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ അവർക്ക് ജീവിതകാലത്ത് മുമ്പോട്ട് പോകാനും കഴിയില്ല. കാരണം ഈ നമ്പർ ഉണ്ടെങ്കിൽ മാത്രമല്ലേ ഈ ഫേസ്ബുക്ക് ആയാലും വാട്സപ്പ് ആയാലും ഈ നമ്മുടെ മൊബൈലിൽ കിടക്കുന്ന നമ്പർ ആക്റ്റീവ് ആണെങ്കിൽ മാത്രമല്ലേ ഇത് വർക്ക് ചെയ്യുകയുള്ളൂ. അപ്പോൾ സ്വാഭാവികമായി കമന്റ് ഇട്ട വ്യക്തിക്ക് പിന്നെ ജീവിതകാലം മുഴുവനും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കേണ്ടി വരും. എപ്പോഴെങ്കിലും ഒരിക്കൽ ഓൺ ആകുമ്പോഴും പോലീസിന്റെ സെർവറിലേക്ക് ഇത് എത്തുക തന്നെ ചെയ്യും, സിഗ്നൽ എത്തുക തന്നെ ചെയ്യും. അപ്പൊ അതിന്റെ ഒരു വലിയ പരിധി വരെ. പക്ഷെ ഇതൊരു ശാശ്വത പരിഹാരമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുറച്ചുനാൾ ഇങ്ങനെ പോകും. കാരണം എപ്പോഴും ഒരു കാര്യം ഉണ്ടാകുമ്പോൾ അതിനെ കവർ ചെയ്തുകൊണ്ടായിരിക്കും കള്ളന്മാരില്ല ഫ്രോഡുകൾ പണി നടത്തുന്നത്. ഫ്രോഡുകൾക്ക് പുതിയ പുതിയ ടെക്നോളജി അവരും കണ്ടുപിടിക്കും. പിന്നെ അപ്പൊ അതിനെ കവർ ചെയ്യാനുള്ള അടുത്ത പരിപാടി നമ്മുടെ സർക്കാർ നോക്കും. ഏതായാലും നമ്മളെ സംബന്ധിച്ച് 140 കോടി ജനമുള്ള ഈ രാജ്യത്തെ സംബന്ധിച്ച് ഇത് വലിയ ആശ്വാസവും പ്രത്യാശയും നൽകുന്ന ഒരു തീരുമാനമാണ്. ഇത് 2024 നമ്മുടെ IT ആക്ട് അമെന്റ്മെന്റ് ചെയ്തിരുന്നു, ഒന്ന് ഭേദഗതി വരുത്തിയിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴിത് വന്നിരിക്കുന്നത്. ഇനിയിപ്പോ ഈ കമ്പനികൾ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് അറിയില്ല. സ്വകാര്യതയ്ക്കുള്ള നുഴഞ്ഞു കയറ്റം വന്നു ഇതിന് പ്രതിഷേധിക്കാൻ വകുപ്പുണ്ട് ഇതിനകത്ത്. കാരണം ഇങ്ങനെ ഒരു ഐഡന്റിഫിക്കേഷൻ വരുമ്പോൾ നമ്പർ ഇപ്പോൾ വരുന്നു. ഇപ്പോൾ സ്വാഭാവിക ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ ധനുഷിന്റെ മെറ്റ വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലും കയറി കഴിഞ്ഞാൽ സ്വാഭാവികമായി പോലീസിനും അധികാരികൾക്കും ധനുഷിന്റെ നമ്പർ ട്രേസ് ചെയ്യാൻ പറ്റും, ധനുഷ് എവിടെ പോന്ന് വരുന്നു എന്നൊക്കെ ഉള്ളത്. അപ്പൊ വേണമെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ്, നമ്മൾ എവിടെയൊക്കെ പോകുന്നു എന്നുള്ളത് നമ്മുടെ ഭരണകൂടം കാണുന്നുണ്ട് എന്ന് വേണമെങ്കിൽ അടുപ്പുകൂട്ടി ചർച്ച ചെയ്യാവുന്നൊരു വിഷയം തന്നെയാണ്. നല്ല വിഷയമാണ് അത്. ഒരു ആശ്വാസം കിട്ടും എന്നുള്ളത് കവിഞ്ഞിട്ട് നിയമത്തിൻ്റെതായ വഴിക്ക് പോകും. പണ്ട് ഒരു കഴിഞ്ഞ വർഷം നമ്മൾ പുതിയ IT റൂള് കൊണ്ടുവന്ന ഈ അമെന്റ്മെന്റ് ആണ്, ഈ പറയുന്ന അമെന്റ്മെന്റ് 2023 അവസാനമാണ് ഈ അമെന്റ്മെന്റ് വരുന്നത്. ഈ അമെന്റ്മെന്റ് കൊണ്ടുവന്നപ്പോ ഈ പറയുന്ന വാട്സപ്പും ഫേസ്ബുക്കും പറഞ്ഞു ഞങ്ങളിലൊന്നും ഒപ്പിടില്ല, കാരണം ഞങ്ങൾ നിങ്ങളുടെ കമ്പനി അല്ല, ഞങ്ങള് മറ്റേ വിദേശ കമ്പനിയാണ്, അമേരിക്കൻ കമ്പനിയാണെന്ന് പറഞ്ഞു. ഓ ശരി എന്ന് പറഞ്ഞു, മിണ്ടിയില്ല. പക്ഷെ യൂട്യൂബ് ബുദ്ധിമാന്മാരായിരുന്നു ഗൂഗിൾ. കാരണം ഗൂഗിളിന്റെ ഏറ്റവും വലിയ ഇൻകം വരുന്നത് ഇന്ത്യ എന്നാ അവരുടെ ഒരു നട്ടെല്ലെന്ന് പറയുന്നത്. അവരാദ്യം തന്നെ ഇതങ്ങ് സൈൻ ചെയ്തു. സൈൻ ചെയ്യാത്തവരായിരുന്നു ട്വിറ്റർ, മെറ്റ, ഇവരൊക്കെ ചെയ്തില്ല, ഒന്നും ചെയ്തില്ല. നരേന്ദ്രമോദി ഒന്നും മിണ്ടിയില്ല. കോടതിയിൽ പോയി ഇവര്, ദില്ലി ഹൈക്കോടതി, സുപ്രീം കോടതി പറഞ്ഞ ഡയലോഗാണ് സൂപ്പർ. സുപ്രീം കോടതി പറഞ്ഞു ഈ രാജ്യത്തിനൊരു നിയമമുണ്ട്, അത് അനുസരിക്കാൻ പറ്റാത്ത ഇവിടെ നിൽക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, കൂട്ടിക്കെട്ടി പൊക്കോളാൻ പറഞ്ഞു. അതോടുകൂടി പെട്ടെന്ന് വന്ന് ഒപ്പിട്ടതിന്റെ പിന്നാലെയാണ് മോദി അടുത്ത പണി കൊടുത്തത്. അതുവരെ മോദി ഇതിൽ നിന്ന് ടാക്സ് ഒന്നും കട്ട് ചെയ്തില്ല. മോദി അടുത്തൊരു ടാക്സ് മേടിച്ച് കൈ കൊടുത്തു. എനിക്ക് 4% മറ്റുമാണ് ആമസോണിന്, അത്രയും തന്നെ ഉണ്ടായെന്ന് തോന്നുന്നു മെറ്റയ്ക്കും. എന്നിട്ട് പറഞ്ഞു
ഞങ്ങളുടെ രാജ്യത്തൊരു നിയമമുണ്ട്, നിങ്ങൾ ഇവിടെ വന്ന് ഈ പൈസ വാരി കൊണ്ട് പോകുന്നതല്ലല്ലോ. അപ്പൊ ഇവിടുന്ന് പൈസ കിട്ടുന്നതിന് ഇവിടെ ഒരു നികുതി ഉണ്ട്, ആ നികുതി അടച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. ഇപ്പൊ ആ നികുതി കൂടെ വന്നു. അതാണ് അവസ്ഥ. അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് ഒപ്പിടാതിരിക്കത്തൊന്നുമില്ല, ഒപ്പിടുക തന്നെ ചെയ്യും. പിന്നെ ഒരു ക്യാമ്പയിൻ അവരിപ്പോ പൈസ മുടക്കിക്കൊണ്ട് ഒരു ക്യാമ്പയിൻ നടത്തും എന്നത് കവിഞ്ഞ അപ്പുറത്തേക്ക് ഒന്നും തന്നെ ഇല്ല. ഇത് നമുക്ക് അനിവാര്യമായ ഒരു കാര്യമാണ്. പലപ്പോഴുമൊക്കെ ഈ മോശം കമന്റുകൾ, പിന്നെ വ്യക്തിഹത്യ നടത്തുന്നത് നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസമൊക്കെ ഈ ഒരു പെൺകുട്ടിയുടെ പീഡനവുമായി ബന്ധപ്പെട്ടുള്ള വിവാദം നമ്മുടെ നാട്ടിൽ കത്തി നിൽക്കുകയാണ്. ആ സമയത്ത് ഈ പെൺകുട്ടിക്കെതിരെ വലിയ രീതിയിലുള്ള ഹേറ്റ് ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള ആക്കപ്പെട്ട പെൺകുട്ടിക്ക് വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്ക് നടക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആ സൈബർ അറ്റാക്ക് നടക്കുന്നവരുടെ പലരുടെയും ഐ ഡി തപ്പി പോയി കഴിഞ്ഞാൽ അതൊന്നും ഒറിജിനൽ ഐ ഡി അല്ല, ഫേക്ക് ഐ ഡി ആണ്. ഇവരുടെ നമ്പറുകൾ തന്നെ ചിലപ്പോൾ നിശ്ചലമായിരിക്കും. ഒരുപക്ഷെ നമ്പറുകൾ തന്നെ പണ്ടത്തെ ഏതെങ്കിലും ഒരു നമ്പറോ ഇല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരു നമ്പറോ ഒക്കെ ആയിരിക്കും. ഏതായാലും ഇനിയിപ്പോ അതൊന്നും വേണ്ട, എല്ലാവർക്കും ഒരു അക്കൗണ്ടബിലിറ്റി അനിവാര്യമാണ്. ഒരുപക്ഷെ ഇനി വരാൻ പോകുന്ന സെഷൻ, പാർലമെന്റ് സെഷനിലോ അതിനടുത്ത സെഷനിലോ നമ്മുടെ ഈ ഓൺലൈൻ മീഡിയാസിന്റെ ഒരു നിയമം, അതായത് 2019 ശ്രീ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം നിയമസഹകാര്യം IT മന്ത്രിയായിരുന്നു, സഹമന്ത്രിയായിരുന്നു. ആ സമയത്ത് പാർലമെന്റിൽ കൊണ്ടുവന്ന ഒരു ബില്ലുണ്ടായിരുന്നു. ആ ബില്ല് അന്ന് പ്രതിപക്ഷം വലിയ എതിർപ്പുണ്ടാക്കി. പിന്നീട് 73 ഭേദഗതിയിലൂടെ ആ ബില്ല് ഇപ്പോഴും അണിയറയിൽ നിൽക്കുകയാണ്. ആ ബില്ല് വീണ്ടും അവതരിപ്പിക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസവും സുപ്രീം കോടതി പറഞ്ഞു, കാരണം ഇതിനൊരു തടയിട്ടേ മതിയാകും. കാരണം അക്കൗണ്ടബിലിറ്റി ഇല്ല, ഇത് ആരാ എന്താന്നൊരു പിടുത്തവുമില്ല. ഇന്ത്യയിൽ 10 കോടി ഈ യൂട്യൂബ് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. ഇപ്പൊ നമുക്ക് മുഖ്യധാര ചാനലുകളെ അവർക്കൊരു അഡ്രസ്സും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അവർക്കെതിരെ നമുക്ക് കേസിന് പോകാൻ പറ്റും. പക്ഷെ മറ്റുള്ളവരെ എങ്ങനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും എന്നൊരു വലിയ പ്രശ്നങ്ങളുണ്ട്. കാരണം തൽക്കാലത്ത് ഇപ്പൊ അത് മാത്രമല്ല, വിദേശ രാജ്യങ്ങളിലും മറ്റും ഇരുന്നു കൊണ്ട് അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് ചാനലായാലും ഇല്ലെങ്കിൽ ഇതണക്കുള്ള ഗ്രൂപ്പുകളായാലും അത് ഉപയോഗിച്ചും ഈ രാജ്യത്ത് നടന്നു. ഇനി അത് നടക്കില്ല. ഈ രാജ്യത്ത് അക്കൗണ്ട് നമ്പർ ഉണ്ടെങ്കിൽ ഇവിടെ നടക്കും, അതല്ലാതെ മറ്റൊരു രാജ്യത്താണെങ്കിൽ അത് അവിടെ ഉണ്ടാവുള്ളൂ. അപ്പം നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ അതിനെ ബാൻ ചെയ്ത് പോകാൻ പറ്റും എന്നുള്ളതാണ് അതിനകത്ത് വളരെ ഒരു കൗതുകരമായ ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇതുപോലുള്ള ഫേക്കുകൾ കുറച്ചധികം ഒതുങ്ങും. അപ്പൊ SIR ശേഷം നമ്മുടെ കേന്ദ്രം നടത്തുന്ന ഒരു വലിയ നീക്കമായിട്ട് തന്നെയാണ് ഞാനിതിനെ വിലയിരുത്തുന്നത്.